എടി 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 സാവിത്രി, നിന്നെ ഞാനിന്ന് ശരിയാക്കോടി. നിന്നെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി നിന്നെ ഞാൻ ശരിയാക്കോടി. എന്നെ നിനക്ക് ശരിക്കും അറിഞ്ഞൂടാ. ആഹാ എടി സാവിത്രി. ഏട്ടാ, ഹോ, പണ്ടാര ഇപ്പൊ പേടിച്ച് ചത്തേനെ. നിങ്ങൾ എന്തിനാ എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ തുണിയൊക്കെ കഴുകുന്നേ? അതെ, എന്താണെന്നറിയില്ല. നിന്റെ പേര് പറയുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ദേഷ്യം അങ്ങോട്ട് കേറി വരും. അപ്പോൾ ഉണ്ടല്ലോ ഈ തുണി കഴുകുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ഒരു പാട് അതങ്ങോട്ട് മാറിക്കിട്ടും. ആണാ? അതേടി, സത്യായിട്ടും. ആഹാ, എന്നാ പിന്നെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾ അലക്കിക്കോ, നന്നായിട്ട് അലക്കിക്കോ. ആ, ഞാൻ അലക്കാൻ പോവുക. എടി, നിന്നെ ഞാനിന്ന് നന്നായിട്ട് അലക്കി എടുക്കോടി സാവിത്രി. ആ ദേ, ആ കേസ് കെട്ട് നോക്കിയിട്ടേ ഈ കേസ് കെട്ടും കൂടെ ഒന്ന് നോക്ക്. ആഹാ, അപ്പൊ ഞാൻ ഈ കേസ് കെട്ട് നോക്കിയിട്ട് ആ കേസ് കെട്ടും കൂടെ നോക്കണം അല്ലേ? ആ, നോക്ക്. എടി, പിന്നെ ഈ കേസ് കെട്ട് ഞാൻ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തന്നേ. അതാ ഈ കേസ് കെട്ട് സർഫിലിട്ട് മുക്കി നന്നായി കഴുകിയിട്ടേ അത് തേച്ച് മടക്കി അലമാരെ കൊണ്ട് വയ്ക്കി. ആ എടി, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാലോ. ഈ നാട്ടുകാരെ മൊത്തം വിറപ്പിക്കുന്ന SI സുഗുണനാണെന്ന് നിനക്ക് അറിയാലോ അല്ലേ? ഓ ഓ, പിന്നെ ഒരു ചൂണായി. അതെന്താടി നിനക്കൊരു പുച്ഛം? ഞാൻ സ്റ്റേഷനിലെ സിംഗാടി, സിംഗം. കണ്ടേച്ചാലും മതി, ചൊക്കനെ പോലെ ഇരിക്കുന്നേ. എടി, സത്യമായിട്ട് ഞാൻ സ്റ്റേഷനിലെ സിംഹമാ. ആണാ? അതേടി. ആ, നിങ്ങളെ സിംഹമാണെങ്കിൽ ഞാൻ ദേവിയാ. അതെന്താടി അങ്ങനെ? സിംഹത്തിന്റെ പുറത്തല്ലേ മനുഷ്യ ദേവി ഇരിക്കുന്നേ. വാ പുല്ല്, അതും ചീറ്റി പണ്ടാരം അടങ്ങി.